ഫുള്ളും കൊടുക്കാം. ഫുൾ ഓൺ. ഇനി നല്ല ട്രാക്ക് നെയിം ആണെങ്കിൽ 2 മാസത്തെ EMI കൊടുക്കാം. 2 മാസത്തെ EMI നമുക്ക് അങ്ങോട്ട് കൊണ്ടാൻ പറ്റുന്ന വണ്ടി. ടൈപ്പ് വാങ്ങാൻ നോക്കുന്നവർക്ക് 2 എക്സ്റ്ററുകൾ ഉണ്ട്. അത് നമുക്കൊരു ഡുവൽ ടൂൺ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2024 8000 കിലോമീറ്റർ. 2000 കിലോമീറ്റർ ടയോട്ടിന്നല്ലാതെ നമുക്ക് ഈ ഒരു വാഹനം സർവീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും. ഒരു മെയിൻ ക്ലാസ്, ഒരു ക്വാർട്ടർ ക്ലാസ് റീപ്ലേസ് ഇല്ല. ഹാഷ് ബാഗിന്റെ പ്രൈസിൽ സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 32,000 കിലോമീറ്റർ അല്ലേ? ഞാൻ അതിന്റെ ഡീസൽ വേണമെന്നുള്ളവർക്ക് ഇതാണോ 2019 മോഡൽ 20 റേസർ സെക്കൻഡ് ഓണർ വണ്ടി 1.4. സോ നല്ല മൈലേജ് ഉണ്ടാവും. ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ 7 സീറ്റർ, അത് ഏറ്റവും ടോപ്പ് എൻഡില് നല്ല ഫീച്ചറിലോടുള്ള സിഗ്നേച്ചർ പ്ലസിൽ വരുന്ന ഒരു അൽക്കസാർ. ഈ സാധാരണക്കാരുടെ ബഡ്ജറ്റ് SUV ഇല്ല എന്നുള്ളൊരു സങ്കടം വേണ്ട. ഡോൾട്ടോളിൽ വരുന്ന എക്സ്റ്റർ ഉണ്ട്. അതേപോലെ ചെറിയൊരു പ്രൈസിൽ ഇതാണ് നമുക്ക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു എക്സ്റ്റർ. അതേപോലെ ഡോൾട്ടോളിൽ വരുന്ന കൈഗർ. ഇനി നമ്മുടെ മൈലേജ് നോക്കുന്നവർക്ക് ഇതാണ് ഒറിജിനൽ കേരള നല്ല ക്വാളിറ്റി ഉള്ള ഓൾട്ടീസുള്ള പല കളക്ഷൻസ്. സൺറൂഫുള്ള സിറ്റി വരുന്നുണ്ട്, സെക്കൻഡ് ജനറേഷൻ ക്രെറ്റകൾ. അങ്ങനെ അത്യാവശ്യം നല്ല ഫുൾ ഓണിലും ചെറിയ ബഡ്ജറ്റിലും ക്യാഷ് ബാക്കുള്ള ഒത്തിരി നല്ല കളക്ഷൻസ്. ലാസ്റ്റ് നമ്മൾ പരിചയപ്പെട്ടതാണ് ക്രിസ്റ്റകളായിരുന്നു. അപ്പൊ ഇതിൽ നമുക്ക് ഐക്രോസ് അടക്കം അത്യാവശ്യം നമുക്ക് ഫുൾ ഓണിലൊക്കെ ഉള്ള നല്ല ക്രിസ്റ്റകൾ നോക്കുന്നവർക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പൊ നമ്മുടെ ബിറ്റോയിൽ തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ ഒരു പാർട്ടായിട്ടാണ് അഫ്സൽക്ക. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് നിങ്ങള്? ലൊക്കേഷൻ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സോദിപ്പടി. ആ വീഡിയോയിൽ നമ്മൾ നമ്പർ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഫസ്റ്റ് നമ്പർ അഫ്സൽഖാന്റെ നമ്പറാണ്. അതിന്റെ വാട്സപ്പ് കിട്ടുന്നില്ല, വാട്സപ്പ് ബാൻ ആയിട്ടുണ്ട്. അത് റെഡിയാക്കി തരുന്ന ആരെയുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രൈസും കൊടുക്കാൻ നമുക്ക് വലിയൊരു ഉപകാരമാവും. അപ്പോൾ ഫസ്റ്റ് നമ്പറിൽ വാട്സപ്പ് ഉണ്ടാവില്ല, 9746 വാട്സപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ബാക്കി നമ്പറിലെല്ലാം വാട്സപ്പ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ആർക്കെങ്കിലും റിക്കവർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ 3 നമ്പറിൽ വിളിച്ചോളി. നല്ലൊരു അടിപൊളി എമൗണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണ്. എമൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾക്ക് പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കും. അപ്പൊ ഇത് ചെയ്തോളി. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ തോന്നുന്നു നമുക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള 7 സീറ്റർ, അത് പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം നമുക്ക് ക്യാഷ് ബാക്കിൽ വരെ ഇറക്കാൻ പറ്റുന്ന നല്ല വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു ഹുണ്ടായുടെ അൽക്കസാർ. എങ്ങനെയായിരുന്നു അഫ്സൽക്ക അതിന്റെ മോഡൽ? 2024 മോഡൽ സിംഗിൾ ഓണർ 8000 കിലോമീറ്റർ സിഗ്നേച്ചർ പ്ലസ് ഏറ്റവും ടോപ്പ് ഉണ്ട്. അതായത് അഡാസ് പനോരമിക് സൺറൂഫ് അടക്കം ഫീച്ചേഴ്സ് കുത്തി നിറച്ചിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാം. നമ്മൾ അത്രയും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനം വെറും 8000 കിലോമീറ്റർ സിംഗിൾ ഓണർ മോഡൽ വരുന്നത് 2024 മോഡൽ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? 16 ലക്ഷം റുപ്യ. 16 ലക്ഷം റുപ്യ ചെറിയ മാറ്റം പറ്റി കൊടുക്കാം. ലോൺ ഫുള്ളും കൊടുക്കാം. ഫുൾ ലോൺ. ഇനി നല്ല ട്രാക്ക് നെയിം ആണെങ്കിൽ 2 മാസത്തെ EMI കൊടുക്കാം. 2 മാസത്തെ EMI നമുക്ക് അങ്ങോട്ട് കൊണ്ടാൻ പറ്റുന്ന വണ്ടി കേട്ടോ. ഇനി നമ്മൾ സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ നമുക്ക് ഒരു മിനി SUV ടൈപ്പ് വാങ്ങാൻ നോക്കുന്നവർക്ക് 2 എക്സ്റ്ററുകൾ ഉണ്ട്. അത് നമുക്കൊരു ഡുവൽ ടൂൺ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2024 8000 കിലോമീറ്റർ. ഇത് 8000 കളി പോകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇത് നമുക്ക് ഓൺഷിപ്പ് സിംഗിൾ തന്നെ. ഓൺഷിപ്പ് സെക്കൻഡ്. പെട്രോൾ അല്ല വണ്ടി? അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടൂല? കിട്ടും. നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആണ്. നല്ല യാത്രാ കംഫർട്ട് ഉള്ള ഒരു വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 5-6 കൊടുക്കാം. ലോൺ ഫുള്ളും കൊടുക്കാം. ഫുള്ള് ലോൺ. ഇത് നമുക്ക് ഫുൾ ലോൺ തന്നെയാണ്. ഇതാണ് അതിന്റെ നേരെ സെയിം സാധനം തന്നെ, പക്ഷെ നമുക്ക് സൺറൂഫ് ഒക്കെ 2024 സൺറൂഫ് വരുന്ന വണ്ടി. എങ്ങനെയായിരുന്നു മോഡൽ? 25,000 കിലോമീറ്റർ 25,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അതും ഓട്ടോമാറ്റിക്കലി നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. ലോൺ ഫുള്ളും കൊടുക്കാം. ലോൺ 70 ആണ് ഫുൾ ലോൺ. അപ്പൊ നമുക്ക് കുട്ടികൾക്കൊക്കെ സൺറൂഫ് പുറത്തിട്ട് യാത്ര ചെയ്യാൻ പോകാൻ പറ്റുന്ന വണ്ടിയാണ്. അതും ഫുൾ ലോൺ കേട്ടോ. ഇതാണ് നമുക്കൊരു അടിപൊളി വണ്ടിയാണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈന്, അത് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു റെനോ കൈഗർ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2023 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം CVT ആണ്. അതുകൊണ്ട് ബാക്ക് കയറ്റം കണ്ട ബാക്ക് ഇറങ്ങുന്നുള്ള പേടിയൊന്നും വേണ്ട. ലേഡീസിനൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുപോകാം. പുതുതായിട്ട് വാഹനം പഠിച്ചവർക്കൊക്കെ അത്രയും പക്ക കംഫർട്ട് ഉള്ള ഒരു വണ്ടിയാണ്. ഇല്ലോഡ് അസിസ്റ്റന്റ് ഒക്കെ വരുന്ന ഗിയർ ബോക്സ്. കിലോമീറ്റർ പറഞ്ഞത്? കിലോമീറ്റർ 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ മോഡൽ 23. എത്ര ലോൺ ഫുൾ ചിലപ്പോൾ 10-20,000 കറക്കേണ്ടി വരും. അപ്പൊ ട്രാക്കിന് ഫുൾ ഓൺ തന്നെ ഈ ആണ് നമുക്ക് ഉണ്ടാവും. ഇതാണ് മുതലല്ല. അത്രയും ഗ്യാരണ്ടി വരെ 2 കിഡിലെ ഓൾട്ടീസുകൾ ഉണ്ട്. നമുക്ക് നല്ല ആഫ്റ്റർ മാർക്കറ്റ് കോസ്റ്റ്ലി ആയിട്ട് അലോയ്ക്ക് ആഡ് ഓൺ ചെയ്ത ഒരു കിഡിഗാച്ചി ഐറ്റ് ആണ്. എങ്ങനെയായിരുന്നു നമ്മള് 2014 മോഡൽ റീ രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 82,000 കറക്റ്റ് സർവീസ്. സർവീസ് പുറത്തേക്ക് പോയിട്ടില്ല. 82,000 ഓടിയിട്ടുള്ളൂ. കേരള വണ്ടി മാറിക്കും. അത്രയും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. നിലവിൽ ഇപ്പൊ നമുക്ക് ഫാൻസി നമ്പറൊക്കെ അടക്കം വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. 82,000 ഓടിയിട്ടുള്ളൂ. 4 പുത്തൻ ടയർ, അഡീഷണൽ അലവില് കാര്യങ്ങൾ ഫുള്ള് പെർഫെക്റ്റ് പർച്ചേസ് ചെയ്തുള്ള വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? 7,10,000. A10. അത് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറങ്ങാൻ? ₹1-1.5 ചിലപ്പോൾ വണ്ടി. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് ആണ് 82,000 കിലോമീറ്റർ ടയോട്ടിന്നല്ലാതെ നമുക്ക് ഈ ഒരു വാഹനം
സർവീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു മെയിൻ ക്ലാസ് ഒരു ക്വാർട്ടർ ക്ലാസ് വരെ റീപ്ലേസ് ഉണ്ടാവും. റീപ്ലേസ് ഇല്ല. അത് നമുക്ക് അഡീഷണൽ അലോയ് ഒക്കെ നമുക്ക് ആഫ്റ്റർ നല്ല കോസ്റ്റ് അലോയ് ഒക്കെ ആഡ് ചെയ്ത വണ്ടിയാണ്. മാക്സിമം ഒരു കിലോമീറ്റർ ജനുവലല്ല പറഞ്ഞാൽ ഒരു പറഞ്ഞ വെക്കും, അത്രയും ഗ്യാരണ്ടി. അടുത്തതാണ് നമുക്ക് വീണ്ടും നമുക്ക് ഒരു ഓൾട്ടീസ് തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2014 മോഡൽ 15 റേസർ കേരള വണ്ടിയാണ്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മറ്റേത് റിയ ആണ്, പക്ഷെ ലോ കിലോമീറ്റർ ആണ്. ഇത് ഒറിജിനൽ ഇത് GL. GL അല്ലേ? ഇത് എങ്ങനെയായിരുന്നു? ഇത് A90. A90 കിലോമീറ്റർ ഗ്യാരണ്ടി ആണ്, കറക്റ്റ് സർവീസ് ആണ്. ഓക്കെ, ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ കേരളയാണ്. സെക്കൻഡ് ഓണർ, സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും? A90 അല്ലേ? A90 ഏകദേശം നമുക്ക് എത്ര രൂപ ഉറപ്പൊക്കെ വേണ്ടി വരും. പ്രീമിയം സെഗ്മെന്റ് ഒക്കെ പോകണം. ആ ഒരു സെഗ്മെന്റ് ഉള്ളവർ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ്. ബാങ്ക് ഫിനാൻസ് കിട്ടുമ്പോൾ 1 ലക്ഷം റുപ്യ ഒന്നരൊക്കെ ഏകദേശം മുടക്കുണ്ടാവും. ഓക്കെ, ടയോട്ടന്റെ ഒരു പൊതു പ്രത്യേകതയാണ്. അതെ, കമ്പനിക്കാർക്ക് തരാൻ വേണ്ടിയാണ്, അതിന്റെ താല്പര്യമുള്ളവർ വാങ്ങിയാൽ മതി എന്നുള്ള മൂടാണ്. അടുത്തതാണ് നമുക്കൊരു സിറ്റി. നമുക്ക് ഫീച്ചേഴ്സും ഉണ്ട്, കൊടുക്കുന്ന ക്യാഷ് അത്രയും വാല്യൂ ഫോർ മണിയാണ്. 2018 മോഡൽ ഡീസലാണോ? സെക്കൻഡ് ഓണർ VX ഡീസൽ. അത് 4th ജെൻ ആണ്. നല്ല മൈലേജ് വെച്ചോളി. 52,000 52 കിലോമീറ്റർ ഗ്യാരണ്ടി. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ, ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ? നമുക്കൊരു 8.4 കൊടുക്കാം. ലോൺ ഫുള്ളും കൊടുക്കാം. ഫുള്ള് ലോൺ കൊടുക്കാം. 8.4 നമുക്ക് കൊടുക്കാം. ഡീസൽ മാനുവലില് 24 വരെ മൈലേജ് കിട്ടുന്ന വണ്ടി. അതും നമുക്ക് VX ഫുൾ ഓപ്ഷൻ വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. അടുത്ത നമുക്ക് 2 സെക്കൻഡ് ജനറേഷൻ ക്ലച്ചുകളുണ്ട്. ഒന്ന് നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2019 സിംഗിൾ ഓണർ 32,000 കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അത് ഏറ്റവും ടോപ്പ് എൻഡിൽ സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന 32,000 കിലോമീറ്റർ വണ്ടി അല്ലേ? എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത്? നമുക്കൊരു 8,40,000 രൂപ. 8,40,000 ഫുള്ള് ലോൺ കൊടുക്കാം. ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസിൽ സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 32,000 കിലോമീറ്റർ അല്ലേ? ഞാൻ അതിന്റെ ഡീസൽ വേണമെന്നുള്ളവർക്ക് ഇതാണോ? 2019 മോഡൽ 20 റേസർ സെക്കൻഡ് ഓണർ വണ്ടി 1.4. സോ നല്ല മൈലേജ് ഉണ്ടാവും. 160 ഓടിയിട്ടുണ്ട്. നമുക്കൊരു 8,20 കൊടുക്കാം. 8,20 ഫുള്ളൊക്കെ ചിലപ്പോൾ 50 റുപ്യൊക്കെ മുടക്കേണ്ടി വരും. അപ്പൊ ട്രാക്കിന് ഫുള്ളോട് ഇല്ലെങ്കിൽ 50 റുപ്യ അല്ലേ? അടുത്ത കൂടെ നമുക്ക് ഒരു 7 സീറ്റർ ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് മൊബിലിയോ അല്ലേ? ഏകദേശം 24-20 എന്തായാലും മൈലേജ് കിട്ടൂല. ഗ്യാരണ്ടി നല്ല സ്പേഷ്യസ് ആണ്. 7 സീറ്റർ ആണ്. അപ്പൊ ഒരു ചെറിയ പൈസക്ക് ഒരു 7 സീറ്റർ ഒക്കെ നോക്കുന്നവർക്ക് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡല് സിംഗിൾ ഓണർ 220 കറക്റ്റ് സർവീസ്. 440 ചെറിയ പ്രൈസിന് വണ്ടി ഉണ്ടോ അല്ല? അടുത്ത നമുക്കൊരു സെൽട്ടോസ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 19 മോഡല് ഡീസൽ സിംഗിൾ ഓണർ 1.30 ഓട്ടം. ഓക്കെ, എത്ര രൂപ കൊടുക്കാം? 9 ലക്ഷം രൂപ കൊടുക്കാം. സൺറൂഫ് എല്ലാം വരുന്നതാണ്. HTX അല്ലേ? അത് നമുക്ക് സൺറൂഫ് എടുക്കാൻ വരുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. അത് നമുക്ക് ചെറിയൊരു പ്രൈസിന് ഫുൾ ഓൺ എടുക്കാൻ പറ്റുമോ? ലോൺ ഫുൾ കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അടുത്തൊരു വെന്യൂ ആണ്. വെന്യൂ നമുക്ക് ഒരു സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത് സെക്കൻഡ് ജനറേഷൻ ആണ്. DCT ഓട്ടോമാറ്റിക്. ഓക്കെ, 9 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ ഫുൾ ലോൺ കൊടുക്കാം. കിലോമീറ്റർ തോടിക്കണ്? കിലോമീറ്റർ 30,000 കിലോമീറ്റർ ആണ്. ഓട്ടോമാറ്റിക് ആണ്. N-line ആണ്. സ്പെഷ്യൽ എഡിഷൻ ആണ്. പക്ക ടെർബോ ചാർജ് വണ്ടിയാണ്. അല്ല കിഡിലും പ്രൈസിന് വണ്ടി ഉണ്ടോ? അതും ഫുൾ ഓൺ അല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ എന്തുണ്ടായിരുന്നത് നമ്മളെ ബിറ്റോയിൽ തന്നെയാണ്. ഇത് ചെറിയൊരു പാർട്ടാണ്. ആവശ്യക്കാർക്ക് കണ്ട് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രീമിയം സെഗ്മെന്റ് ഉണ്ട്. മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ട് ഇല്ല. ബാക്കൊക്കെ വണ്ടി ഇടാൻ കഴിയില്ല, മഴ പെയ്യുകൊണ്ട് വണ്ടി. അപ്പൊ ഈ വണ്ടികൾ നല്ലൊരു കാശ് വരുന്നുണ്ട്. ചെറിയ ബഡ്ജറ്റുള്ള വണ്ടികളാണ്. അത് നമുക്ക് ഇതാണ് അടുത്തൊരു പാർട്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ. നമ്മുടെ ലൊക്കേഷൻ വന്ന് മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി ബിറ്റോ യൂസർ കാസ്. അപ്പോൾ ഡെയിലി അപ്ഡേഷൻ നമ്മൾ ഓട്ടോടെക്കിന്റെ പേജും കൂടെ ബിറ്റോന്റെ പേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഡെയിലി അപ്ഡേഷനൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളെ നമ്പർ പറഞ്ഞാൽ 97468348 നമ്പറിൽ നമുക്ക് വാട്സപ്പ് ബാൻ ആയിട്ടുണ്ട്. ആർക്കെങ്കിലൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ നല്ലൊരു എമൗണ്ട്, അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ഗിഫ്റ്റും മൂപ്പര് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻക്വയറീസിനൊക്കെ ഉള്ളവർ മറ്റ് 2 നമ്പറിലുള്ള വാട്സപ്പിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീഡിയോ കാണാം. റിയാസ് അഫ്സൽ ഖാൻ സൈനിങ് ഓഫ്.